കർത്താവിൽ അനുഗ്രഹീതരെ, വലിയ നോമ്പിൻ്റെ പകുതി പിന്നിടുന്ന ദിവസം വീണ്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണ പെരുന്നാളിലേക്കും പുനരുദ്ധാന പെരുന്നാളിലേക്കും ശ്രദ്ധയൂന്നിക്കൊണ്ട് നമ്മളുടെ ഈ നോമ്പിൻ്റെ തീർത്ഥാടനം ആക്കം കൂട്ടി മുമ്പോട്ട് പോകുന്ന ഈ ദിവസം ഈ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഇപ്പോൾ ഉയർത്തി നാട്ടപ്പെടുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പഴയ നിയമത്തിൽ മോശ ബാധ വന്നുപോയ ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാനായി അവരുടെ നടുവിൽ പിച്ചള സർപ്പത്തെ നാട്യപ്രകാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് നമ്മളുടെ മധ്യേ നാട്ടപ്പെടുമ്പോൾ ആ ക്രൂശിതലിലേക്ക് നോക്കുന്ന നമ്മളുടെ മുഖം ലജ്ജിച്ചു പോകാതെ വണ്ണം ദൈവത്തിൻ്റെ രക്ഷയും വീണ്ടെടുപ്പും നമുക്ക് ഇന്നും അനുഭവമാകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ശരണം പ്രാപിക്കുവാൻ ഇനിയുമുള്ള ദിവസങ്ങളിൽ പ്രത്യേകമായി നമ്മളുടെ ശരീരത്തെ ഉപവാസം കൊണ്ടും വർജനം കൊണ്ടും നോമ്പ് കൊണ്ടും തയ്യാറാക്കണം. നമ്മളുടെ മനസ്സിനെ വേദവായന കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒരുക്കണം. ദാനധർമ്മം നമ്മൾ നിർവഹിക്കണം. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുവാനും ഈ നോമ്പിൻ്റെ അനുഷ്ഠാനങ്ങളിലൂടെ, ഈ നോമ്പിൻ്റെ ആചരണത്തിലൂടെ നമ്മളുടെ ശരീരാത്മദേഹികളെ ഒരുക്കണം കൂടുതലായ ശ്രദ്ധയോടെ എന്ന് ഈ പാതിനോമ്പ് ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. കുരിശു വരച്ചുകൊള്ളണം. കുരിശു വരയ്ക്കുമ്പോൾ ക്രൂശിതനായ യേശുവിനെ ഓർക്കണം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ചൊല്ലിക്കൊണ്ട് കുരിശു വരയ്ക്കണം. അല്ലെങ്കിൽ കുരിശു വരയ്ക്കുമ്പോഴെല്ലാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ചൊല്ലിക്കൊള്ളണം. നെറ്റിയിൽ വിശുദ്ധ ശ്ലീബായുടെ മുദ്ര പതിപ്പിക്കുന്ന സന്ദർഭത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് കർമ്മ ചൊല്ലുകയും അതിന് വിധേയരാകുന്ന നമ്മൾ അത് ഏറ്റുചൊല്ലുകയും അല്ലെങ്കിൽ ആവർത്തിക്കുകയും ചെയ്യുന്നുവെന്നുള്ളതും നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. എപ്പോഴാണോ കുരിശു വരയ്ക്കുന്നത്, കുരിശു വരയ്ക്കുന്ന സന്ദർഭത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നത്, ആ സന്ദർഭത്തിൽ പൈശാചികമായ ശക്തികൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുരിശു വരയ്ക്കും. സ്ലീബ എന്ന നാമം കേൾക്കുമ്പോൾ നമ്മൾ കുരിശു വരയ്ക്കും. ഇനിയും ഈ പാതിനോമ്പിൻ്റെ ദിവസവും പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ ക്രൂശ് ഉയർത്തി നാട്ടപ്പെട്ട് വീണ്ടും അതിനുശേഷവും 40 ദിവസം സ്വർഗാരോഹണം വരെ നമ്മളുടെ ശ്രദ്ധ മുഴുവനായും ക്രൂശിലേക്കാണ്. ആ ക്രൂശിലേക്ക് നോക്കി നമ്മൾ കുരിശു വരച്ച് പിതൃപുത്ര പരിശുദ്ധാത്മാവിന് സ്തുതി എന്ന് ചൊല്ലുമ്പോൾ പൈശാചികമായ ശക്തികൾ നമ്മളിൽ നിന്ന് അകന്നുപോകും. അന്ധകാരത്തിൻ്റെ ശക്തികൾ നമ്മളിൽ നിന്ന് ഓടിപ്പോകും എന്ന അനുഭവത്തിൽ നിന്നും പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു സന്യാസാശ്രമം, അവിടെ ഒരു സെല്ലിൽ ഒരു കൊച്ചുമുറിയിൽ ഒരു പരിശുദ്ധൻ സദാ പ്രാർത്ഥനയിലും തപസ്സിലും വൃഥാനിഷ്ഠയോടുകൂടെ പ്രാർത്ഥിച്ച് ദൈവവചനം വായിച്ച് സമ്പൂർണമായി ചെലവഴിക്കുകയാണ്. അതിപരിശുദ്ധനായ അദ്ദേഹത്തിന് ഒരു വലിയ പരീക്ഷയുടെ സന്ദർഭമുണ്ടായി. ഒരു തേര്, ആ തേരിൽ ദൈവദൂതന് സമാനനായ ഒരു രൂപം, ആ തേരിൽ ആരൂഢനായി ദൈവദൂതനെന്ന് തോന്നുന്ന ആ രൂപം അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വന്ന് നിന്നു. അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, എന്നെ ദൈവം അയച്ചിരിക്കുകയാ, ഈ സുവർണ തേരിൽ ആരൂഢനായി അങ്ങ് എന്നോടുകൂടെ പോരണം. ഞാൻ അങ്ങയെ ദൈവസന്നിധിയിലേക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകും. ഒരു നിമിഷം പരിശുദ്ധൻ
ഒന്ന് ചഞ്ചലപ്പെട്ടു. ജീർണവസ്ത്രധാരിയായ എനിക്ക്, വളരെ ലളിതമായി ജീവിക്കുന്ന എനിക്ക് എന്തിന് ഈ സുവർണത്തേര്? ഇത് ദൈവികമോ പൈശാചികമോ എന്നൊരു ചിന്ത. അദ്ദേഹം ഒരു നിമിഷം കണ്ണുകൾ അടച്ചിട്ട് ആ തേരിൻ്റെ ആ മാലാഖയ്ക്ക് സമനായ ആ രൂപത്തിൻ്റെ നേരെ തിരിഞ്ഞ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ചൊല്ലി ശ്രീബായുടെ അടയാളത്തിൽ കാണിച്ചപ്പോൾ ആ രൂപം അപ്രത്യക്ഷമായി. അപ്പോൾ ആ പരിശുദ്ധന് ബോധ്യമായി ഇത് ദൈവികമല്ല, ഇത് പിശാചിൻ്റെ പരീക്ഷയാണ്. സകലവും ത്യജിച്ച എനിക്ക് ഈ സുവർണത്തേരിൽ പ്രത്യേകമായ ആകർഷണം തോന്നുമോ? ഇതൊരു പരീക്ഷയായിരുന്നു. പരീക്ഷയുടെ സന്ദർഭം, പ്രലോഭനങ്ങളുടെ സന്ദർഭം, വൈകാരികമായ പ്രലോഭനങ്ങളുടെ നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന് ഉരുവിട്ട് കുരിശു വരയ്ക്കുമ്പോൾ ആ പരീക്ഷ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും, ഭയം നമ്മളിൽ നിന്ന് അകന്നു പോകും. നമ്മളുടെ ജീവിതത്തിൽ പ്രത്യാശ കൊണ്ട് നിറയും, പ്രകാശം കൊണ്ട് സമ്പൂർണ്ണമാകും എന്ന അനുഭവത്തിൽ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കാനും ആ ക്രൂശിൽ നിന്ന് ഈ പ്രകാശത്തിൻ്റെയും പ്രത്യാശയുടെയും പരീക്ഷകളിൽ മേലുള്ള വിജയത്തിൻ്റെയും അനുഭവങ്ങൾ സ്വീകരിക്കുവാനും ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണം. പ്രത്യേകിച്ചും ഈ നോമ്പിൻ്റെ ഇനിയുമുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അതിന് യോഗ്യത തരണം, ഞങ്ങളെ അതിന് ഒരുക്കണമെന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണ പെരുന്നാളിലേക്കും പുനരുദ്ധാന പെരുന്നാളിലേക്കും ഈ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഒരുങ്ങാം. ദൈവത്തിൻ്റെ കൃപ നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ.